5 പൈസന്റെ വിവരമില്ലെങ്കിലും ഒടുക്കത്തെ കോൺഫിഡൻസ് ആണ്. അത് ഈ സംഘികളുടെ ഒരു പ്രത്യേക കഴിവ്. ആ കഴിവ് ഈ സംഘികൾക്ക് കിട്ടുന്ന എവിടുന്ന ഇവരുടെ ഗോതി മീഡിയന്നും അതുപോലെ ഇവരുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിന്നും പിന്നെ നമ്മുടെ നാട്ടിലെ കുറച്ച് സംഘപരിവാര ചാനലുകളുണ്ട്. ഇപ്പോഴും നീയൊക്കെ GDP കുതിച്ചുയരുന്നു, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞത് ഒരു നേരം പട്ടിണി കിടന്നിട്ട് ചെറ്റക്കുടിയിലാണ് ഈ പറഞ്ഞ സംഘികൾ ഇത് വിളിച്ചു പറയുന്നത്. ഡോളർ ഒന്നിന് 88.29 രൂപ പൊളിക്കും. വിദേശത്തുള്ളവർക്കൊക്കെ ഇങ്ങോട്ട് പൈസ അയക്കാൻ പറ്റിയ സമയമാണ്. കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്, ഇപ്പോഴെന്നല്ല. ഇപ്പം അതിൻ്റെ ഏറ്റവും പീക്കിലാണ് നമ്മളുള്ളത്. അതായത് മാക്സിമം പൈസ നിങ്ങൾ നാട്ടിലോട്ട് അയച്ചോളൂ, അങ്ങനെയെങ്കിലും ഇവിടെ കുറച്ച് പൈസ തട്ടെ അവിടുന്ന് ഇവിടുന്നൊക്കെ. അതല്ലാണ്ട് ഇവിടെ നിന്നൊന്നും ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നില്ല. ഇവിടുന്ന് കുറേ ഗോതി മീഡിയയിൽ കാണുന്ന പോലെ നമ്മൾ നാളെ തന്നെ അല്ലെ 10 കൊല്ലം കൊണ്ട് നമ്മൾ അമേരിക്കനെ വെട്ടിയിടാൻ പോകുന്നു, അല്ലെങ്കിൽ ചൈനനെ വെട്ടിയിടാൻ പോകുന്നു, ഇന്ത്യ കയറിയടിക്കുന്നു, മോദിജിയുടെ മാസ്റ്റർ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഗോതി മീഡിയ നമ്മുടെ നാട്ടിലെ സംഖ്യവാണങ്ങളുടെ കുറേ ചാനലിൽ വരുന്ന കുറച്ച് റിപ്പോർട്ടുകളും പിന്നെ കുറച്ച് നമ്മളിപ്പോൾ EY പോലത്തെ ചില ഫിനാൻഷ്യൽ ഫേംസ് ഉണ്ട് വേൾഡ് തന്നെ 3-4 ഇതിൽ വരുന്ന പൊസിഷനിൽ വരുന്ന അവർക്കൊക്കെ അവർ ത്രൂ നമ്മൾ ചെയ്യുന്ന ചില അനാലിറ്റിക്കൽ ഇതും വെച്ചിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തട്ടിവിടുന്നത്. അതായത് വെറും ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഒരു ക്വാർട്ടറിലെ ഒരു ചെറിയൊരു പെർസെൻറ്റേജിൻ്റെ കണക്കെടുത്തിട്ടൊക്കെ നമ്മൾ 10 കൊല്ലം കൊണ്ട് തീർക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ 11 വർഷം ഇല്ലാത്ത സംഭവങ്ങളൊക്കെ വെറും 3-4 മാസം കൊണ്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത കഴിവാണ്. അത് നമ്മുടെ ഗോതി മീഡിയക്കും നമ്മുടെ മോദി കൂട്ടർക്കും മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ഇങ്ങനെ പുകഞ്ഞ് പുറത്ത് ഇങ്ങനെ വന്ന സമയത്താണ് പെട്ടെന്ന് നല്ല അടുത്ത ന്യൂസ് കയറ്റി വന്നത്. $1 അല്ലെങ്കിൽ $1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 88.29 രൂപയായിരുന്നു. 2014 നമ്മുടെ മോദിജിയുടെ ഒരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരു ഘോരം പ്രസംഗിച്ച് നമ്മുടെ UPA സർക്കാരിനെതിരെ അല്ലെങ്കിൽ അന്നത്തെ ഡോളറിന്റെ പണപ്പെരുപ്പത്തിനെതിരെ പറ്റി സംസാരിച്ചിട്ടുള്ള ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അത് കേട്ടുകൊണ്ട് നമുക്ക് ബാക്കി പറയാം. मैं शासन में बैठा हूं, मुझे मालूम है इस प्रकार से रुपया इतनी तेजी से गिर नहीं सकता. अरे नेपाल का रुपया नहीं गिरता है, बांग्लादेश की करेंसी नहीं गिरती है, पाकिस्तान की करेंसी नहीं गिरती, श्रीलंका की करेंसी नहीं गिरती. क्या कारण है हिंदुस्तान का रुपया पतला होता जा रहा है? ये जवाब देना पड़ेगा आपको. देश आपसे जवाब मांग रहा है. അതാണ് ജവാബ് കൊടുക്ക്, നിങ്ങൾ മറുപടി പറയ്. എന്താണ് സർക്കാർ മൻമോഹൻ സിംഗ് സർക്കാരിനോട് നമ്മുടെ മോദിജി അന്ന് അല്ലെങ്കിൽ നമ്മുടെ കുരു ആയിട്ടില്ല അന്ന് നമ്മൾ മുളപ്പിക്കാട്ട കുരു അന്ന് ചോദിച്ച ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾ പറ, ബംഗ്ലാദേശിൻ്റെ പണം, ശ്രീലങ്കയുടെ, പാകിസ്ഥാൻ്റെ, നേപ്പാളിൻ്റെ, ഭൂട്ടാൻ്റെ എല്ലാത്തിൻ്റെയും വിനിമയം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ റുപ്പിയ വെറും ഭയങ്കര ലോ റേറ്റിൽ പോകുന്നു. നിങ്ങൾക്ക് എന്തേ പറയാനില്ലേ? എന്നെ ഒന്ന് നിങ്ങൾ പ്രധാനമന്ത്രിയാക്കൂ, ഞാനിങ്ങനെ US ഡോളേഴ്സും ഇന്ത്യൻ റുപ്പീസും അതായത് ഈക്വലാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അന്നത്തെ തള്ള്. ആ തള്ളിയ സമയത്ത് നമ്മുടെ ഡോളർ എന്ന് പറയുന്നത് 60 രൂപയായിരുന്നു കേട്ടോ. ഒന്ന് ഇന്ത്യൻ റുപ്പീസിൻ്റെ 60 രൂപ. അത് 2004 മുതൽ 2014 വരെ 45 രൂപയിൽ നിന്ന് നമ്മൾ 60 രൂപയിലോട്ട് 15 രൂപയുടെ ചേഞ്ചസ് ആണ് വന്നത്. അത് കഴിഞ്ഞിട്ട് 2014 നമ്മുടെ വിശ്വഗുരു അധികാരത്തിൽ വന്ന് 2014 മുതൽ 2025 വരെ 11 വർഷം കൊണ്ട് 60 നമ്മൾ 88.29 രൂപയിലോട്ട് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കാണുമ്പോഴും ചില സംഘപരിവാരങ്ങൾ പറയും നമ്മൾ കൂടിക്കൊണ്ടിരിക്കില്ലേ, നമ്മൾ കുറയുന്നില്ലല്ലോ, നമ്മളെപ്പോഴും ഇങ്ങനെ മേലോട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയെന്നാണ് പല കമൻറ്റുകളും ഒരു ബോധവും വിവരമില്ലാത്ത ഈ വിവരം കെട്ട സാധനങ്ങൾ പറയുന്നത്. ഇപ്പോഴും GDPയുടെ ഫുൾ ഫോം പോലും അറിയാണ്ട് വന്ന് ചിലയ്ക്കുന്ന കുറേ ആൾക്കാരെയും എൻ്റെ പല വീഡിയോയുടെ താഴത്തും, ഞാൻ ഈ GDPനെ പറ്റി സംസാരിച്ച വീഡിയോൻ്റെ ഒക്കെ താഴത്ത് വന്നിട്ട് കമൻറ്റ് ഇടുന്നത് കണ്ട് എൻ്റെ പൊന്നു വേട്ടാവളിയന്മാർ ആദ്യം അതൊക്കെ പഠിക്കുക. എന്താണ് GDP പെർ ക്യാപിറ്റ, എന്താണ് ഇപ്പം EY പുറത്തോട്ട് വിട്ടിട്ടുള്ള ഈ ഫിനാൻഷ്യൽ ഈ ഒരു ക്വാർട്ടർ ടേമിൽ വന്നിട്ടുള്ള നമ്മുടെ ചേഞ്ചസ് എന്തൊക്കെയാണ്, അതേ റേഞ്ചിൽ പോവാണ് നമ്മൾ ഇവിടെ എത്തും എന്നുള്ളതാണ് പറഞ്ഞത് എന്നുള്ളതും, അത് എവിടെ വരെ എത്തില്ല എന്നും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ട്രംപിൻ്റെ ഈ താരിഫും കാര്യങ്ങളും വരുന്ന സമയത്ത് ഇന്ത്യയുടെ അങ്ങോട്ട് പുറത്തോട്ടുള്ള കയറ്റുമതി കുറയുന്ന സമയത്ത്, അതേപോലെ തന്നെ ഇങ്ങോട്ട് ഇറക്കുമതി കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, കൂട്ടേണ്ടി വരുന്ന സമയത്തൊക്കെ GDPയിൽ വരുന്ന മാറ്റങ്ങൾ, ഇന്ത്യയുടെ തകർച്ച എത്രത്തോളം ഉണ്ടാവും, നമ്മളെ പ്രൊഡക്ഷൻ എത്രത്തോളം കുറയ്ക്കേണ്ടി വരും. അതായത് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻസും അതുപോലെ സർവീസസും ആണ് GDPയുടെ അനുപാതം എന്നുള്ളത് പോലും അറിയാണ്ട് വന്ന് ചിലയ്ക്കുന്നവന്മാരോടാണ് എനിക്കിത് പറയാനുള്ളത്. അറ്റ്ലീസ്റ്റ് അതുപോലും മനസ്സിലാക്കി. ഓൾറെഡി നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് വിൽക്കുന്ന പല സാധനങ്ങളും, അത് തിരുപ്പൂരിൽ നിന്ന് പോകുന്ന
തുണി ആയിക്കോട്ടെ, ഗുജറാത്തിൽ നിന്ന് പോകുന്ന മറ്റ് ആഭരണങ്ങളായിക്കോട്ടെ, രാജസ്ഥാനിൽ നിന്ന് പോകുന്ന മറ്റ് സിൽക്കും തുണികളും ആയിക്കോട്ടെ, പെർഫ്യൂംസ് ആയിക്കോട്ടെ, ഇതൊക്കെ കെട്ടിക്കിടക്കുകയാണ് നമ്മളവിടെ ഗോഡൗണിൽ, അങ്ങോട്ട് അയക്കാൻ പറ്റാണ്ട്. ഇതൊക്കെയാണ് നമ്മളിവിടുത്തെ പ്രൊഡക്ഷൻ, നമ്മുടെ ഗൂഡ്സ് പ്രൊഡക്ട്സ്. ഇതാണ് ഇത് അങ്ങോട്ട് പോയിട്ടില്ലെങ്കിൽ അതിന് അതേ വിലക്ക് മറ്റെടുക്കാനുള്ള മറ്റ് രാജ്യങ്ങൾ നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ വെറുതെ മോദിജിയോട് ടൂർ പോയിട്ട് വന്നിട്ട് കാര്യമില്ല. നമ്മൾ ഇവിടുന്ന് US കയറ്റി വിട്ടു എന്ന് പറയുന്ന 500 ബില്യൺ അല്ലെങ്കിൽ അത്രയും അതിൻ്റെ മേലെ ബില്യൺസിൻ്റെ ഒക്കെ ഈ ബിസിനസ്സുകളുണ്ട്. അതുപോലെ അവിടെ നടന്നിട്ടില്ലെങ്കിൽ നമ്മുടെ GDP-നെയാണ് അത് ബാധിക്കുന്നത്, നമ്മുടെ ടോട്ടൽ GDP-നെയാണ് ബാധിക്കുന്നത് പോലും അറിയാണ്ടാണ് ഇവിടെ കന്ന് ചിലയ്ക്കുന്നത് ഈ വിവരം കെട്ട വർഗം. അങ്ങനെ പറയാൻ പറ്റുന്നില്ല. എന്താ പറയുക, അവരുടെ ചില ഈ എന്താ പറയുക കമൻറ്റുകൾ കാണുമ്പോഴേ 5 പൈസൻ്റെ വിവരമില്ലെങ്കിലും ഒടുക്കത്തെ കോൺഫിഡൻസ് ആണ്. അത് ഈ സംഘികളുടെ ഒരു പ്രത്യേക കഴിവ്. ആ കഴിവ് ഈ സംഘികൾക്ക് കിട്ടുന്ന എവിടുന്ന ഇവരുടെ ഗോദി മീഡിയന്നും അതുപോലെ ഇവരുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിന്നും പിന്നെ നമ്മുടെ നാട്ടിലെ കുറച്ച് സംഘപരിവാര ചാനലുകളുണ്ട്. ഇവർ കൊടുക്കുന്ന തെറ്റായിട്ടുള്ള പല വാർത്തകളും കാര്യങ്ങളും വെച്ചിട്ടാണ് ഇവന്മാർ ഇവിടെ വന്ന് കമൻറ്റ് കൊണയ്ക്കുന്നത്. ആ കൊണ മാറുന്നത് ഇവൻ്റെ കണ്ണാക്കിലോട്ട് അടിച്ചു കിട്ടുമ്പം ഇവനൊക്കെ നിർത്തും എന്നുള്ള എനിക്ക് പറയാനുള്ളത്. അപ്പം ഇന്ത്യയുടെ GDP എന്താണെന്നുള്ളതും അതെങ്ങനെ വളരും എന്നുള്ളതും ഈ കാരണം 10 കൊല്ലം കൊണ്ട് ഇപ്പം 4.187 ട്രില്യണിൽ നിൽക്കുന്ന GDP, അമേരിക്ക ഇപ്പോൾ 30+ നിൽക്കുന്ന GDP, 10 കൊല്ലം കൊണ്ട് ഇന്ത്യ 30 ക്രോസ് ചെയ്ത് അമേരിക്കനെ വരെ ക്രോസ് ചെയ്യും. ഈ 10 കൊല്ലം അമേരിക്ക അവിടെ ഞണങ്ങാൻ നിൽക്കല്ല എന്നുള്ള ബോധം കൂടെ നിൻ്റെ ഒക്കെ തലയിലോട്ട് കയറ്റി. പിന്നെ 10 കൊല്ലം കൊണ്ട് ഇത്രയും അങ്ങോട്ട് കുതിച്ചുയരണമെങ്കിൽ എന്ത് തേങ്ങ കണ്ടിട്ടാണ് നിങ്ങൾ ഈ കുതിച്ചുയരും എന്ന് പറയുന്നത്? ഒരു 3 മാസത്തെ ഫിനാൻഷ്യൽ ഡിഫറൻസിൽ കണ്ടിട്ട്, ടേംസിന്റെ ഡിഫറൻസിൽ കണ്ടിട്ടാണോ നിങ്ങൾ ഈ പറയുന്നത് 10 കൊല്ലം കൊണ്ട് ഇന്ത്യ 30 ട്രില്യണിലോട്ട് പോകുന്നത്? ബോധക്കേട് പറയാണ്ടിരിക്കും, പഠിക്കുക ആദ്യം എന്താണ് ഇത് എന്നുള്ളത്, എന്നിട്ട് വന്നിട്ട് കൊണക്കി ഇവിടെ. അപ്പം അത് വിട്, നമ്മളത് ഈ സംഖ്യകളെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇതാണ് ഇന്ത്യയുടെ അവസ്ഥ. ഇന്ത്യയുടെ ലോകത്തിലെ ഏറ്റവും ഹൈ ടേം, അതായത് ഏറ്റവും ഫസ്റ്റ് ഇത്രയും റെക്കോർഡ് വർധന ഇതിനുണ്ടായിരിക്കുകയാണ് ഇപ്പം USDക്ക് ഉണ്ടായിരിക്കുകയാണ്. 88 രൂപ ക്രോസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആ ഒരു വാല്യൂ, മണിയുടെ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ എത്രത്തോളം കുറയുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആ അവസ്ഥയിലാണ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് മോദിജി പറഞ്ഞ ഡയലോഗുകളൊന്നും ഇപ്പം മോദിജിക്ക് അറിയ പോലുമില്ല. ചില ചാനലുകൾ ഇത് എടുത്തിടുന്നുണ്ടെന്നല്ലാണ്ട് ഇതിന് ആ വാ തുറന്ന് ഒരക്ഷരം മൊഴിയാൻ പുള്ളിനെ കൊണ്ട് പറ്റില്ല. അന്ന് ആരും എഴുതി കൊടുത്തത് കടകടകടേന്ന് വായിച്ചു പോയിട്ട് അതിനുശേഷം എന്താണ് GDP, എന്താണ് ഇന്ത്യയുടെ രൂപയുടെ വാല്യൂ എന്ന് പോലും അറിയാത്ത അയാളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു കാലത്തും അയാൾ ഇതിലൊന്നും റിപ്ലൈ ചെയ്യാനും പോകുന്നില്ല. ഇനിയും ഇത് കൂടിക്കൊണ്ടിരിക്കും. കാരണം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇപ്പോഴും റഷ്യയിൽ നിന്ന് നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നുള്ള ഒറ്റ കാരണം പറഞ്ഞിട്ട്, പക്ഷെ അത് മാത്രമല്ല ഇതിൻ്റെ പിന്നിലുള്ളതെന്നുള്ളത് പച്ചവെള്ളം പോലെ എല്ലാവർക്കും വരാം. ഇനി റഷ്യൻ ക്രൂഡ് ഓയിൽ നിങ്ങളങ്ങ് വാങ്ങിച്ച് ഇന്ത്യ കംപ്ലീറ്റ് ക്രൂഡ് ഓയിൽ റഷ്യൻ അങ്ങ് വാങ്ങിച്ചിട്ട് എവിടെ അതിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ വില കുറഞ്ഞ ഇത് വാങ്ങിച്ചിട്ട് ലാഭം ഇന്ത്യക്കാർക്ക് ആർക്കാണ്ടായത്? ആർക്കും ഉണ്ടായിട്ടില്ല. ഉണ്ടായത് ഒരു 2% വരുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ മുതലാളിമാർക്ക്, ഇതിൻ്റെ ബിസിനസ് നടത്തുന്ന മുതലാളിമാർക്ക് അവിടെ നിന്ന് കുറഞ്ഞ പൈസ കൊണ്ടുവന്ന് ഇവിടുത്തെ ടാക്സും തേങ്ങയും മണ്ണാങ്കട്ടി എല്ലാം കയറ്റിയിട്ട് ഇവിടെ മറ്റുള്ള രാജ്യങ്ങൾ വിൽക്കുന്നേക്കാൾ വില കൂട്ടിയിട്ട് അവിടെ ഈ പറഞ്ഞ ഓയിൽ വിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലാഭം ആർക്കാന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ആ ലാഭം പോകുന്നത് 1% മാത്രം വരുന്ന മുതലാളിയുടെ പോക്കറ്റിലോട്ടും പിന്നെ അത് ത്രൂ കിട്ടുന്ന പല ബോണ്ടുകളായിട്ട് കിട്ടുന്ന BJP സർക്കാരിന് ഇവിടുത്തെ ഇലക്ഷൻ അട്ടിമറിക്കാനും അല്ലെങ്കിൽ ഇല്ലാത്ത ചോർ വോട്ടും കാര്യങ്ങളും ചെയ്യിക്കാനുള്ള പൈസ ആയിട്ട് കിട്ടുന്ന പൈസ മാത്രമാണെന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടായാൽ വളരെ നന്ന്. GDP കൂടുതൽ ആ GDP-യുടെ 40-50% ഈ പറഞ്ഞ 1-2% മുതലാളിമാരുടെ കയ്യിലോട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം വിവരം കെട്ടവന്മാരെ? ഇപ്പോഴും നീയൊക്കെ GDP കുതിച്ചുയരുന്നു ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞത് ഒരു നേരം പട്ടിണി കിടന്നിട്ട് ചെറ്റക്കുടിയിലാണ് ഈ പറഞ്ഞ സംഖ്യകൾ ഇത് വിളിച്ചു പറയുന്നത്. അതുപോലെ ചിന്തിക്കാനുള്ള ബോധം ഈ വിവരം കെട്ടവന്മാർക്കില്ല. അതാണ് ഇവിടെ ഈ GDP എന്ന് പറഞ്ഞ് തലയെ കയറ്റി വെക്കുന്നത്. ഇപ്പോഴും നമ്മൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്ന ഡോളർ കൊടുത്തിട്ടാ, അല്ല അത് ഇന്ത്യൻ റുപ്പി കൊടുത്തിട്ടല്ല ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ റഷ്യൻ റൂബിൾ കൊടുത്തിട്ടല്ല ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നത്. ഇപ്പോഴും നമ്മൾ അമേരിക്കയുടെ ഡോളർ വെച്ചിട്ടാണ് ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നത്. അതൊക്കെ ചേഞ്ച് ആവണം. അതൊക്കെ ചേഞ്ച് ആവാൻ നാളെ മുതൽ നമുക്ക് റുപ്പി വെച്ചിട്ട് വിനിമയം നടത്താൻ പറ്റില്ല. അത് ചേഞ്ച് ആവണ കാലത്ത് ഈ പറഞ്ഞ തള്ളണം നിങ്ങൾ. അതല്ലാണ്ട് ഇപ്പോഴും നമ്മൾ അമേരിക്കൻ ഈ ഡോളറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. മാറ്റണമെങ്കിൽ നമ്മളെ മോദിജി ടൂറ് പോയിട്ട് കാര്യമില്ല. അതിനുള്ള നല്ല നയതന്ത്ര ബന്ധങ്ങളും ഇന്ത്യയിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഇന്ത്യ അതിനെ ലീഡ് ചെയ്യുന്ന അവസ്ഥയിലോട്ട് എത്തണം. അത് എത്താണ്ട് വെറുതെ ഇരുന്ന് തള്ളൽ എൻ്റെ പൊന്നു ടീംസേ പ്ലീസ്.